ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇനി നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഇതേ കുറച്ച് പച്ചക്കറിയിലേക്ക് അങ്ങ് തിരിയാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് ഒരു പച്ചക്കറി നമ്മൾ കഴിക്കുന്നില്ല അല്ലേ. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിയോ പുട്ടോ നൂൽപുട്ട് അങ്ങനെ ഒട്ടട അങ്ങനെ പിടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക. പിന്നെ അത് തന്നെ ആയിരിക്കും അത്താഴത്തിനും കഴിക്കുക. പിന്നെ അപ്പോൾ ചോറ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരിക. അല്ല, ആർക്കും ചോറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം അത് തന്നെ മതി അത്താഴത്തിന് കഴിക്കാനും. കാരണം പിന്നെ അതിലേക്കാണെങ്കിൽ നമ്മൾ മീൻകറി, മുട്ടക്കറി, അല്ലെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും കറി ആയിരിക്കും വെക്കുക അല്ലേ. അപ്പോൾ ഒട്ടും വെജിറ്റേറിയൻ പച്ചക്കറി ആയിട്ടൊന്നും കഴിക്കാൻ ഒരവസരം കിട്ടാറില്ല. ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയിലേക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മോനാണെങ്കിൽ ഓഫീസിൽ പോകാനുണ്ട്. അപ്പോൾ ഇനി രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ക്വാർട്ടർ ഇങ്ങനെ തിരിച്ച് വരാനായിട്ട് ഒക്കെ വരണം, ഒക്കെ റെഡിയായി വരാനുണ്ട്. അതേ ഒരു ഓർഡറിൽ വരാനുണ്ട്, മാറി വരാനുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നമുക്ക് തുടക്കത്തിലൊക്കെ തപ്പലും തടയിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് സ്പീഡിലൊന്നും എടുക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ സുബൈക്ക് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കടന്നിട്ടുണ്ടാവും. പിന്നെ പകൽ അങ്ങനത്തെ ഒരു പണികളൊന്നും എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. പിന്നെ വൈകുന്നേരമല്ലേ വേണ്ടിയുള്ളൂ അല്ലേ. അപ്പം മോന് ആദ്യം ഞാൻ രാവിലെ തന്നെ എണ്ണിത്തട്ട എന്ന് പറഞ്ഞാൽ വാഴത്തട്ട, അത് ഉപ്പേരി, അതും ചെറുപയറും കൂടി കൂട്ടാൻ വെച്ചിട്ടുണ്ട് ചോറിന് കൊണ്ടുപോകാൻ. പിന്നെ കോഴിമുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച് കോഴിമുട്ടയിൽ അല്പം മുരിങ്ങൻ്റെ ഇലയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇല അല്ലെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ഇടാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ പുതിയ ചട്ടിയിൽ പൊരിക്കാമെന്ന് വിചാരിച്ചത്. പുതിയ ചട്ടിയാണ്, ഉദ്ഘാടനമാണ് കേട്ടോ. പിന്നെ കോഴിമുട്ട പൊരിച്ചിട്ട് ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനത്തെ കല്ലിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് 2-3 പാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാത്രമാണെന്ന് തോന്നി. ആ മയക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മയക്കി ഞാൻ കഴുകി എടുത്തതാണ് കേട്ടോ. ആൾ തന്ന പ്രകാരം തന്നെ വളരെ പെട്ടെന്ന് സിമ്പിളായിരുന്നു മയക്കിയെടുക്കാൻ. മയക്കിയെടുത്ത് നല്ലതുപോലെ കഴുകി വെളിച്ചെണ്ണയൊക്കെ പരട്ടി വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടി നല്ലതുപോലെ കഴുകിയെടുത്ത് പടുപ്പത്ത് വെച്ചതാണ്. നല്ല ചട്ടി ചെയ്തത് ഞാൻ വെള്ളപ്പം ചൂടാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ നമ്മൾ കടുക് വറുക്കാനുള്ളതും ഒരു കടായി പോലത്തെ ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനെ കാണിക്കണ്ട് കേട്ടോ. മയക്കണ വീഡിയോ ഒക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കാം കേട്ടോ. നല്ല വിലയുണ്ട്, നല്ല ചട്ടിയായി തോന്നിട്ടോ. ഇനിയിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ എന്താണെന്നുള്ളത്. ഹോട്ടലൊക്കെ കാണുന്ന രീതിയിലുള്ള ചട്ടിയായി തോന്നിട്ടോ. അങ്ങനെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട്. കറി ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാൻ അവർക്ക് എന്തെങ്കിലും കൂട്ടാനേ വേണ്ടിയുള്ളൂ. ഒക്കെ ചോറ്റും പാത്രത്തിൽ തന്നെ ഇടും വേണം, എന്നാലേ ഒലിക്കാനൊന്നും പാടില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ രൂപത്തിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ എണ്ണിത്തട്ടയും ചെറുപയറും കൂട്ടാനാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കാലും ചോറിനാലും അത് കുഴച്ചൊക്കെ കഴിച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഒരു കറീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അവനെ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പം കറുമൂസ ചെത്തി അത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ള മോര് കറിയാണ് വെക്കുന്നത്, കറുമൂസൻ്റെ വെള്ള കറി വെക്കൂലേ. അപ്പോൾ ഇത് ഞാനൊരു ദിവസം ഇവിടെ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കിയ സമയത്തില്ലേ, ഞങ്ങൾ ബന്ധു വീട്ടിലിങ്ങനെ വന്നപ്പോൾ കറുമൂസനോട് ഇങ്ങനെ കറി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ആർക്കും അറിയാത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകും തേങ്ങയും 2 ചെറിയുള്ളി ഇട്ട് അരക്കുക കേട്ടോ. കറുമൂസ അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചാൽ മതി. ഇനി 2 പച്ചമുളക് കയ്യിലേക്ക് കീറിയിട്ടാലും മതിട്ടോ, കുഴപ്പമില്ല. ഞാനിതേക്ക് നല്ല കാന്താരിമുളക് ഇതിലേക്ക് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ. ഇത് കാന്താരിമുളക് ചുവന്നുകൊണ്ടില്ലേ, ചുവപ്പ് കളറില്ലേനോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കളർ അങ്ങനെ ആയതാണ് കേട്ടോ. വെള്ള കളറാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതേ കറുമൂസ വെന്തിട്ടുണ്ട്. വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചതായിരുന്നു, അല്പം വെള്ളമൊഴിച്ചാട്ട് കേട്ടോ. അപ്പം അത് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ, കാന്താരിമുളകും ചെറിയുള്ളി അരച്ചത് ഇതിലേക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതിയേ. അതിൽ മോര് ഒഴിച്ചു കേട്ടോ, തൈര്, അല്പം തൈരും നമ്മൾ ഈ തേങ്ങേൻ്റെ കൂടെ അരച്ചല്ലോ അതും ചേർത്തിട്ട് നമ്മൾ സാധാരണ മോരും കറി എങ്ങനെയാണ് തൊള്ളിച്ചെടുക്കുക അതുപോലെ തന്നെ തൊള്ളിച്ച് വറവൂട്ടങ്ങ് വെച്ചാൽ മതി. വെള്ള കളറാണ് ഉണ്ടാവുക, നല്ല വെള്ള മോര് കറിയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ കാന്താരിമുളക് ചോന്നുകൊണ്ട് അങ്ങനെ ഇതായതാണ് കേട്ടോ. പിന്നെ അതേ വൈകുന്നേരം ഞങ്ങൾ പിന്നെ പൂള, ഐശുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂളായിരുന്നു കേട്ടോ. അതും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ച് ഞാൻ ആങ്ങളൻ്റെ വീട്ടിലേക്ക് പോയേ. മോള് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മോനെയും ഒക്കെ കൊണ്ടുവരികയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആങ്ങളെ വീട്ടിലില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ മോൻ്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ കഴിക്കാനും വേണ്ടിയിട്ട് കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവളെ. അപ്പോൾ ആങ്ങളുണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കാറില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും അമ്മമാർക്കത് ഒരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയാണല്ലോ അല്ലേ, ഒരു കുഞ്ഞുണ്ടാകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൾ കേക്കൊക്കെ വാങ്ങി മോനിതേ കേക്കൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ ആണ് ഈ ദിവസം. അവന് സ്വന്തം ആരും നമ്മൾ വായിൽ വെച്ചെടുത്ത ഒരു സാധനം അവൻ കഴിക്കാറില്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, കേക്ക് വെച്ചെടുത്തിട്ട് അവൻ കഴിക്കുന്നുണ്ട്. എല്ലാം കയ്യിൽ വാങ്ങിയേ കഴിക്കുള്ളൂ കേട്ടോ സാധാരണ.
എല്ലാം കയ്യിൽ വാങ്ങും. സ്വന്തമായിട്ടും കഴിക്കാറ് ഇങ്ങനെ എന്താണ് ആരും വായിൽ വെച്ചെടുത്ത് പൊതുവേ കഴിക്കാറില്ലേ. എന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതേ ചെറിയ ആങ്ങളുടെ മോക്ക് ചെറിയൊരു മോളുണ്ട് കേട്ടോ. അതിനിട്ട് കളിപ്പിക്കുകയാണ് മക്കളെല്ലാവരും കൂടിയിട്ട്. പിന്നെ അവിടെ മക്കളോടൊത്ത് അങ്ങനെ ഇരുന്ന് കുറച്ച് കുശലാന്വേഷണമൊക്കെ അങ്ങനെ പറഞ്ഞ് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. താത്തതാ കേക്ക് പായസം പാത്രത്തിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചിൻ്റെ അടുത്തൊന്ന് കയറി അങ്ങനെയും പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ എന്താണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.